ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റയാനിസം 2.0. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഓതറിൻ്റെ ഒരു ബുക്കായിട്ടാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഓതറിൻ്റെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ടാണ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഏത് ബുക്കാണെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഷെർലക് ഹോംസിൻ്റെ ഷോർട്സ് ചെയ്തപ്പോൾ മേടിച്ച ഒരു ബുക്കാണ്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ലുലുയുടെ ബുക്ക് ഫെസ്റ്റിൽ പോയായിരുന്നെന്ന്, അവിടെ കുറേ ബുക്ക് മേടിച്ചായിരുന്നെന്ന്. അപ്പോൾ അതിനകത്ത് മേടിച്ച ഒരു ബുക്കിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വരുന്നത്. ദ ഇൻഫമസ് ഓതർ ഡാൻ ബ്രൗണിൻ്റെ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഡാവിഞ്ചി കോഡിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഈ ബുക്ക് വായിച്ചിട്ട് വാ. കാരണം ഇതൊരു സ്പോയിലർ വീഡിയോ ആണ്. ഇതിനകത്ത് ഞാൻ എന്തുവാണ് സ്റ്റോറി, എങ്ങനെയാണ് ഡാൻ ബ്രൗൺ അത്രയും യുണീക്ക് റൈറ്റിംഗ് സ്റ്റൈലുമായിട്ട് കമ്പൈൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഡാൻ ബ്രൗണിൻ്റെ ശരിക്കുള്ള പേരെന്തുവായിരുന്നെന്ന് വെച്ചാൽ ഡാനിയൽ ജെർഹാർഡ് ബ്രൗൺ എന്നായിരുന്നു. അമേരിക്കയിൽ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഓതറായിരുന്നു ഈ ഡാൻ ബ്രൗൺ. ഈ ഡാൻ ബ്രൗൺ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അവൻ്റെ ഇൻഫമസ് ആയിട്ടുള്ള ക്യാരക്ടർ ലാങ്ഡൺ എന്ന് പറഞ്ഞാൽ റോബർട്ട് ലാങ്ഡൺ ആണ്. ഈ റോബർട്ട് ലാങ്ഡനെ ഫീച്ചർ ചെയ്യുന്ന ഇത്തിരി ബുക്സാണ് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ്, ഡാവിഞ്ചി കോഡ്, ഇൻഫേർണോ. അതുമല്ല കുറേ ഒരു സീരീസ് തന്നെയുണ്ട് റോബർട്ട് ലാങ്ഡണും വെച്ചുള്ള. ഈ റോബർട്ട് ലാങ്ഡൺ ആരാന്ന് വെച്ചാൽ ഒരു ഹാർവേഡ് പ്രൊഫസറാണ്. ഈ ഹാർവേഡ് പ്രൊഫസർ ഒരു സിംബോളജിസ്റ്റ് മറ്റേ ഇങ്ങനെ സിമ്പിൾസ് എല്ലാം കണ്ടുപിടിച്ച് കോഡെല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഈ റോബർട്ട് ലാങ്ഡൺ പോകുന്ന അഡ്വെഞ്ചേഴ്സിൽ കൂടെയാണ് നമ്മൾ ഈ ബുക്സ്, ഒരു റോളർ കോസ്റ്റർ പോലെയാണ് ഈ ബുക്ക് സീരീസ്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡാൻ ബ്രൗണിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഭയങ്കര യുണീക്കാണ്. എന്ന് പറഞ്ഞാൽ ഇവനാണെങ്കിൽ ഫാക്ട്സും അതുമല്ല ഫിക്ഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരിതാണ്. ഇതിനകത്ത് പല എക്സാമ്പിൾസ് ഉണ്ട്. ലൂ എന്ന് പറഞ്ഞൊരു റിയൽ മ്യൂസിയമാണ്, പക്ഷെ അതിനകത്ത് നടക്കുന്നതെല്ലാം ഫിക്ഷനാണ്. അതുപോലെ പല റിയൽ ഫാക്ട്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബുക്ക് വായിക്കാൻ മുമ്പേ തന്നെ ഇതിനകത്ത് ഒരു പേജ് വരും ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്തുള്ള ലൂവിനെ കുറിച്ച് പറയും, മൊണാലിസയെ കുറിച്ച് പറയും, അങ്ങനെ ഇതിനകത്തുള്ള ഫാക്ട്സിനെ കുറിച്ച് എല്ലാം പറയും. ഭയങ്കര ഒരു യുണീക്ക് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് ഡാൻ ബ്രൗൺ. അപ്പോൾ ഈ ബുക്കിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സാണ് റോബർട്ട് ലാങ്ഡൺ, ജാക്വസ് ഫെനേറ, പിന്നെ സോഫി നിവ്യൂ, പിന്നെ ഫാച്ചെ, പിന്നെ സിലസ്. അങ്ങനെ 5 ക്യാരക്ടേഴ്സാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ പാരീസിലുള്ള ഒരു റിയൽ മ്യൂസിയത്തിലാണ് ഇത് നടക്കുന്നത്. പാരീസിലുള്ള ലൂ എന്ന് പറഞ്ഞൊരു മ്യൂസിയത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പം ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഈ ലൂവിലെ ക്യൂറേറ്റർ ആയിട്ടുള്ള ജാക്വസ് ഫെനേറിനെ ഒരാൾ മർഡർ ചെയ്യും. അപ്പം ഇവർ മരിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ താഴെ ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, PS ഫൈൻ റോബർട്ട് ലാങ്ഡൺ എന്ന്. അപ്പോൾ ഈ പോലീസ് എല്ലാം റോബർട്ട് ലാങ്ഡൺ ആ കൊന്നതെന്ന് വിചാരിക്കും. പക്ഷെ അപ്പോഴാണ് റിയൽ ട്വിസ്റ്റ് വരുന്നത്. ഈ PS എന്ന് പറയുന്ന പോസ്റ്റ്സ്ക്രിപ്റ്റ് എന്നല്ല, പ്രിൻസസ് സോഫി എന്നാണ്. അപ്പം സോഫി ആരാന്ന് വെച്ചാൽ ഒരു ക്രിപ്റ്റോളജിസ്റ്റാണ്, ഈ ഫ്രഞ്ച് പോലീസുമായിട്ട് വർക്ക് ചെയ്യുന്ന. അപ്പോൾ ഈ സോഫി നിവ്യൂ ആണെങ്കിൽ ഈ മരിച്ചുപോയ ക്യൂറേറ്ററിൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ്. അപ്പോൾ ഈ ജാക്വസ് ഫെനേർ ലീവ് ചെയ്ത ക്ലൂസ് വെച്ചിട്ട് ഇവരാണെങ്കിൽ ഒരു ക്രിപ്റ്റെക്സ് കണ്ടുപിടിക്കണം. ക്രിപ്റ്റെക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഒരു ലോക്ക് പോലെയായിരുന്നു. ഇപ്പം ബാങ്കിലെ ലോക്കർ പോലെ ഇവരാണെങ്കിൽ ലെറ്ററൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഭയങ്കര സീക്രട്ട് ഇൻഫോർമേഷൻ. എന്നിട്ട് ഈ റിസീവറിന് ഈ കോഡ് പറഞ്ഞു കൊടുക്കും. ആ കോഡ് വെച്ചിട്ട് ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇത് അടിച്ചു പൊളിക്കാൻ നോക്കി ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇവരൊരു ക്രിപ്റ്റെക്സ് കണ്ടുപിടിക്കണം. ഈ ക്രിപ്റ്റെക്സിൻ്റെ അകത്ത് എന്തുവാന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ട്രഷറായ ഹോളി ഗ്രെയിലാണ്. അപ്പം ഈ ഹോളി ഗ്രെയിലിൻ്റെ സീക്രട്ട് അറിയാവുന്ന ഒരു കമ്മ്യൂണിറ്റിയേ ഉള്ളൂ, ബ്രദർഹുഡ്. അപ്പം ബ്രദർഹുഡിൻ്റെ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള ഒരാളാണ് ജാക്വസ് ഫെനേർ. അപ്പം ജാക്വസ് മരിച്ചു പോയപ്പോൾ ഒരാൾക്ക് പാസ് ഡൗൺ ചെയ്ത് കൊടുക്കണം, അതാണ് സോഫി നിവ്യൂ. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് ഹോളി ഗ്രെയിൽ മോഷ്ടിക്കാൻ വേറൊരാൾ വരുന്നുണ്ട്.
അതാണ് ഓപ്പസ് ഡേയിലെ സിലാസ്. സിലസ് എന്ന് പറഞ്ഞ ഒരു അൽബീനിയോ മോങ്കാണ്. ഭയങ്കര ഒരു ആദ്യം തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര വില്ലനി മറ്റിങ്ങനെ മോൺസ്റ്റർ വൈബ് വരുന്നൊരു ക്യാരക്ടറാണ്. വൈറ്റ് ഹെയർ ഒക്കെ വെച്ചിട്ട് അത് ആ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അടിപൊളിയായിട്ട് റോബർട്ട് ലാംഗ്ടൺ അല്ല, ഡാൻ ബ്രൗൺ എഴുതിയിട്ടുണ്ട്. ഫേവറേറ്റ് സൈഡ് ക്യാരക്ടർ ഏതാണെന്ന് വെച്ചാൽ സാലേ ടീബിങ് ആണ്. ജീവിതകാലം മുഴുവനും ഹോളി ഗ്രേയിൽ കണ്ടുപിടിക്കാൻ നോക്കിയ ഒരാളാണ്. അപ്പം ഇവരാണെങ്കിൽ റോബർട്ട് ലാംഗ്ടണിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം ഇയാളാണ് ഈ റോബർട്ട് ലാംഗ്ടണെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിലസിൻ്റെ പുറകെ നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ബിഷപ്പ് അരിങ്കരോസായും അതുമല്ല ദ ടീച്ചറും. ഈ ടീച്ചറാണ് എല്ലാത്തിൻ്റെയും പുറകിലുള്ള ഒരു മാസ്റ്റർ മൈൻഡ്. നിങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ഒരു ഷെർലക് ഹോംസ് വായിച്ചു കഴിഞ്ഞു, വേറെ ഒന്നും വായിക്കാൻ കിട്ടുന്നില്ല, അപ്പം ഇതൊരു നല്ല ചോയ്സാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തലയെ പിടിക്കും. പിന്നെ ആണെങ്കിൽ അതിൻ്റെക്കാളിലും ബെറ്റർ ആയിട്ടുള്ള ബുക്സേ വായിക്കത്തുള്ളൂ. ഇപ്പം ഞാനാണെങ്കിൽ ഇൻഫോണോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര പേടി വരും, ഭയങ്കര പേടിയാവും. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടുന്നതാണ്. അപ്പം ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഒരു അടിപൊളി ബുക്കാണ്, ഭയങ്കര സസ്പെൻസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഷെർലക് ഹോംസ് വായിച്ചു കഴിഞ്ഞാൽ ബോറടിക്കുവാണെങ്കിൽ ഇതെടുത്ത് വായിച്ചോ. ഞാനാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഒരു അടിപൊളി ബുക്കാണ്, നിങ്ങളെല്ലാം വായിച്ച് നോക്കണം. നിങ്ങൾക്ക് ആർട്സ് അതുപോലത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് ഇഷ്ടമാണെങ്കിൽ ഇത് ഒരു മസ്റ്റ് റീഡാണ്. അതുമല്ല, ഞാൻ ഷെർലക് ഹോംസിൽ പറഞ്ഞതുപോലെ ഈ ഷോർട്സിൻ്റെയും റീൽസിൻ്റെയും കാലത്ത് റീഡിങ് ഈസ് എ ലക്ഷറി. അതാണെങ്കിൽ പിന്നെ ഞാൻ പറയുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറക്കാതെ ബെൽ ബട്ടണും കൂടെ അമർത്തിയേക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലായ 333 റയാനിസം കൂടെ ഫോളോ ചെയ്യുക. അവിടെ ഇതുപോലെ ഞാൻ കുറേ കോണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇനിയും കിടുക്കാച്ചി വീഡിയോസായിട്ട് വരുന്നവരെ ദിസ് ഈസ് റയാനിസം സൈനിങ് ഓഫ്.